കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഇട്ടെറിഞ്ഞ് സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 13,496 പേരാണ്. 353 ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് തിരിച്ചു പോകുമ്പോൾ വീടുണ്ടാകുമോ എന്നുപോലും ഉറപ്പില്ല. സർക്കാർ കണക്കിൽ പൂർണ്ണമായും തകർന്ന വീടുകളുടെ എണ്ണം 56 ഈ പ്രാവശ്യം എങ്ങനെ കഷ്ടപ്പെട്ട് ഇനി ഒന്നേന്നുണ്ടാക്കിക്കൊണ്ട് വരുന്നത് ആരെ കണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? എല്ലാം കൂടെ മൊത്തം തുണി പോലും ഇല്ല. ഇനിയിപ്പോൾ ഇട്ടേക്കുന്ന തുണി മാത്രമുണ്ട്, അല്ലാതുള്ള തുണിയില്ല. തുണി പോലും എടുക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ വല്ലതും ഉണ്ടോയെന്ന് ദൈവത്തിനറിയാം. ചെന്ന് നോക്കുമ്പോൾ അറിയാം എന്തൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനത്തെ 100 അനുഭവങ്ങൾ ഓരോ ക്യാമ്പിൽ നിന്നും കേൾക്കാം. ചിലരെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണ്. വെള്ളം കയറാത്ത സ്ഥലത്ത് ഉയർത്തിക്കെട്ടിവെച്ച ബെഡും തുണിയും പാത്രങ്ങളുമൊക്കെ അവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. എല്ലാം പോയിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് അതെല്ലാം രണ്ടാമത് റീബിൽഡ് ചെയ്ത് പിന്നെ ഇനിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഞങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ആൾക്കാർ അത് താങ്ങാനൊക്കുന്ന ഒരു സ്റ്റേജ് അല്ല. ഏറ്റവും അധികം ക്യാമ്പുകൾ പത്തനംതിട്ട ജില്ലയിലാണ്, 118 എണ്ണം. 59 വീടുകൾ പൂർണ്ണമായും തകർന്നപ്പോൾ 499 വീടുകൾ ഭാഗികമായി നശിച്ചുവെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. ഇന്ന് വരെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16 5 പേരെ കാണാതായി. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.